എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ നമ്മുടെ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം, അതായത് ആ ദിവസങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മന്ത്രിമാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. പ്രത്യേകിച്ച് അത് പ്രധാനമായി എടുത്തു പറഞ്ഞത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് എടുക്കുമ്പോൾ കഴിവുള്ളവരെയും സിൻസിയറായിട്ടുള്ളവരെയും മാത്രമേ തിരഞ്ഞെടുക്കാവൂ. എങ്കിലേ ആ വകുപ്പ് മന്ത്രിക്ക് ശരിയായ രീതിയിൽ ഭരണം നടത്താൻ സാധിക്കൂ. ഇവിടെ കഴിഞ്ഞ കാലങ്ങൾ സംഭവിച്ചത് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഒരു പിന്നിൽ നിൽക്കുന്നവരെ പേഴ്സണൽ സ്റ്റാഫിലാക്കുക, അവനുള്ള കോലാഹലം എന്തും കാട്ടിക്കൂട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക, ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യുക, മനസാക്ഷിയോട് വർക്ക് ചെയ്യാതെ അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെയും ആ മന്ത്രിയെയും പല രീതിയിലും ഉപദ്രവിച്ച് സ്വന്തം കീശ വീർപ്പിക്കാനുള്ള കാര്യങ്ങളായിരുന്നു നാം ഇതുവരെ കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ സർക്കാരിന് കാണാൻ പറ്റിയത് വളരെ കഴിവും സാമർഥ്യവും പരിചയവും സത്യസന്ധമായ ആൾക്കാരെയാണ് ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ അവരുടെ സ്റ്റാഫായി തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കൂ. പബ്ലിക് ഒപ്പീനിയൻ വളരെ നന്നായിരിക്കും. ഒരിക്കലും യാതൊരു കോട്ടവും ഉണ്ടാകില്ല. കൊച്ചു കൊച്ചു കോട്ടങ്ങൾ ഉണ്ടായേക്കാം, അത് സർവ്വസാധാരണമായി നടക്കാറുള്ളതാണ്. പക്ഷെ എങ്കിൽ തന്നെയും ഏത് വകുപ്പുകളിൽ ആണേലും ആ വകുപ്പുകളെക്കുറിച്ച് അറിയാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ അതിനെ നല്ല രീതിയിൽ അതിനെ പ്രായോഗികമാക്കാനും ശ്രമിക്കണമെങ്കിൽ കഴിവുള്ളവരുണ്ടാകണം. മന്ത്രി എന്ന അദ്ദേഹം പബ്ലിക്കുമായിട്ട് എപ്പോഴും ഡീൽ ചെയ്യുന്ന ഒരാളാണ്. പബ്ലിക് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ, പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അറിയുമ്പോൾ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഇതെന്ന് വെച്ചാൽ കഴിവുള്ള പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അറിയാൻ പറ്റും. അതിൽ നിന്നറിഞ്ഞ് അതിൻ്റെ വസ്തുതകൾ ഉൾക്കൊണ്ട് അത് പാർലമെൻറ്റിൽ അസംബ്ലിയിൽ വെച്ച് അതിനെ പാസ്സാക്കി എത്രയും വേഗം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതായിരിക്കും ഉചിതം. ഇവിടെ ഈ മന്ത്രിക്ക് കഴിവതും ഈ കൂടുതൽ ഉദ്ഘാടന മാമാങ്കങ്ങൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇവിടെ ആരും മോശക്കാരല്ല, സാമാന്യം ബുദ്ധി ഉള്ളവരാണ് കേരളീയർ. ഒരു മന്ത്രി എന്ത് ചെയ്യുന്നു, അവരുടെ വകുപ്പ് എന്ത് ചെയ്യുന്നു, അവിടെ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് എല്ലാ പബ്ലിക്കിനും അറിയാം. അറിഞ്ഞതിൻ്റെ ഫലമാണ് 10 വർഷം ഇവിടെ കിടന്ന് ഈ സർക്കസ് കാണിച്ചവർ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. നല്ലൊരു ഒരു പ്രതിപക്ഷത്തെ പോലും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? ചെയ്തു കൂട്ടിയതിൻ്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങണമല്ലോ. എന്ത് ഗുണ്ടായിസമമായിരുന്നാലും, എന്ത് ശക്തി ഉണ്ടെങ്കിലും, എത്ര പവറുണ്ടെങ്കിലും, എത്ര സാമ്പത്തികം ഉള്ളിലുണ്ടെങ്കിലും ചില സമയത്ത് അതൊന്നും വർക്കൗട്ടാകില്ല, തകർന്ന് തരിപ്പണമായി പോകും. അതിൻ്റെ ഉദാഹരണമാണ് നാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിമാരോട് വളരെ സന്തോഷമുണ്ട്. അവരുടെ ആ ധീരത, അതിനുപരി അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ആ UDF ഭരണസമിതി വളരെ നന്നായിട്ട് പോകണം. അഫ്കോഴ്സ് ഏത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം ചൂണ്ടിക്കാട്ടി പബ്ലിക്കിൽ ഒരു പ്രദർശനം ഉണ്ടാക്കി അത് മുമ്പോട്ട് പോകുന്നത് ചില ആൾക്കാരുണ്ട്. അത് നല്ലതല്ല. പ്രതിപക്ഷത്തിന് ആദ്യം വേണ്ടത്, ഏറ്റവും പ്രധാനം വേണ്ടത്, ഭരണപക്ഷം കാണിക്കുന്ന നല്ല കാര്യങ്ങളെ നല്ലതായി തന്നെ കാണിക്കണം, പറയണം, നെഞ്ചും വിരിച്ച് പറയണം. നിങ്ങളെ ജനം ഓർത്തു വയ്ക്കും. അടുത്ത ഇലക്ഷന് നിങ്ങളുടെ പ്രസ്താവനകളും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും പബ്ലിക്ക് കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. അല്ലാതെ ഒരു ഗുണ്ടായി പിള്ളേരെയും കൊണ്ട് എന്തെങ്കിലും സമരവും അതും ഇതുമൊക്കെ കാണിച്ച് കാട്ടിക്കൂട്ടി തല്ലും കൊണ്ട് പാവം പിടിച്ച പേരൻസിന്, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന സമരങ്ങൾ ചെയ്യാതിരിക്കുക. അവർക്കൊന്നും അറിയില്ല.
സ്പിരിറ്റാണ്, കൊച്ചു പിള്ളേരാണ്. അവർക്ക് എന്തെങ്കിലും ഒക്കെ കൊടുത്ത് അവരെ ആവാഹിച്ച് വല്ല ബിരിയാണിയോ വല്ലതൊക്കെ ചോറൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ ഏതെങ്കിലും സമരം നിൽക്കിച്ച് കല്ലും വലിച്ചെറി പോലീസുകാരെ പരിക്ക് ഏൽപ്പിച്ചതൊക്കെ ചെയ്യുന്നത് അട്ടഹാസമാണ്. അതൊരിക്കലും ആരും അംഗീകരിക്കില്ല. ഇനി ഉള്ള കാലമെങ്കിലും പ്രതിപക്ഷത്തിനോട് പറഞ്ഞു, നല്ല പ്രതിപക്ഷമായി മനുഷ്യർ ഫണ്ടിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങളാരും തിരസ്കരിക്കില്ല, നിങ്ങളാരും വിസ്മരിക്കപ്പെടില്ല. നിങ്ങൾ എപ്പോഴും മത്സരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലങ്ങളാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പ്രതിപക്ഷത്തെ വരെ വാർത്തെടുക്കാൻ സാധിക്കില്ല. ഇപ്പോഴും അധികാര കസേരയിൽ തൂങ്ങിക്കിടക്കുന്ന കരുതുന്നില്ല. അയാളുടെ പ്രായം, അയാളുടെ ബലഹീനത, അയാളുടെ ഓർമ്മപ്പിശക്, ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും തൂങ്ങിക്കിടന്ന് പാവം പിടിച്ച ജനങ്ങളെ വീണ്ടും, പാർട്ടികളെ വീണ്ടും തകർത്ത് തരിപ്പണമാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയിലുള്ള കീടങ്ങളെ എപ്പോഴും എടുത്തു മാറ്റുന്നോ അന്ന് മാത്രമേ ഏത് പാർട്ടിയായാലും ആ പാർട്ടി നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനം പബ്ലിക്കിന് കാഴ്ചവെക്കാൻ സാധിക്കൂ. സോ ഒരിക്കൽ കൂടി പറയുന്നു, എനിക്ക് പറയാനുള്ളത് 1000 നന്ദി, അഭിവാദനങ്ങൾ. ഈ UDF മിനിസ്റ്റർ അവരുടെ ആ ഓരോ മൂമെൻറ്റ്സും വളരെ നല്ല രീതിയിലുള്ള ഒന്നാണ്. എനിക്ക് ഈ നിമിഷം ഒരു കാര്യം കൂടെ പറയണം. ശ്രീ സുധീരൻ, അദ്ദേഹം പണ്ടൊക്കെ ഈ മദ്യനയത്തിന് എതിരായിട്ടൊക്കെ ഒത്തിരി ഇതായിരുന്നാണ്. അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളുണ്ട്, ചില കുരുട്ടു ബുദ്ധികൾ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം അതൊന്ന് ഉപേക്ഷിക്കണം. എല്ലാം പരസ്യമായി വിളിച്ച് പറഞ്ഞ് നല്ല ഒരിതാണ് ഞാൻ നല്ലതാണ് പറയുന്നത് വിളിച്ച് പറയുമ്പോൾ അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ആ കൺസേൺ ആൾക്കാരുമായി നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അത് വിശദമായി ചർച്ച ചെയ്ത് ഓരോ പ്രസ്താവനകളും നടത്താൻ ശ്രമിച്ചാലും, ചിലപ്പോൾ അദ്ദേഹം ഒരു സീനിയർ പാർട്ടി ലീഡറാണ്, പാർട്ടിക്കാരാണ്. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്നത് ആ സാഹചര്യം കറക്റ്റല്ല, എവിടെ എപ്പോൾ എങ്ങനെ വെച്ചാണ് ചിലപ്പോൾ അദ്ദേഹം വിസ്മരിക്കപ്പെടുന്നു. ശ്രീ സുധീരൻ, താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചാലും നന്നായിരിക്കും. കാരണം കഷ്ടപ്പെട്ട് ഒത്തിരി 10 വർഷം ഒരുപാട് യാതനകൾ അനുഭവിച്ച് വന്നൊരു മിനിസ്ട്രിയാണ്. ആസ് ഇറ്റ് ഈസ് ആ ടീം നല്ല രീതിയിൽ പോകണം. നിങ്ങൾ സീനിയർ മെമ്പറാണ്, വേണ്ടവർക്ക് അഡ്വൈസ് കൊടുക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ മന്ത്രിമാരും അവരുടെ സ്റ്റാഫുകളും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും ജനമുണ്ടാകും. ഞങ്ങളെല്ലാം ഹാപ്പിയാണ്, സന്തുഷ്ടരാണ്. ഇതേപോലെ തുടർന്ന് പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിങ്ങൾ ഓരോ നിമിഷം കരുതും നിങ്ങളുടെ പ്രസക്തിയും നിങ്ങളുടെ അധ്വാനവും അതിനുള്ള ഫലം പബ്ലിക്ക് തരും, അതാരായിരുന്നാലും. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, പ്രതിപക്ഷം നിങ്ങളുടെ തെറ്റുകളെ തിരുത്തുക, നല്ലതായി നിങ്ങളുടെ പോയ കാലങ്ങളിൽ ആ ഒരു പരിചയം വച്ച് ഒരിക്കലും നല്ലൊരു പ്രതിപക്ഷം ആകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നല്ലൊരു പ്രതിപക്ഷമാകാൻ ശ്രമിക്കാമല്ലോ. എല്ലാവർക്കും അഭിവാദനങ്ങൾ, പ്രത്യേകിച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.